ഹലോ ഫ്രണ്ട്സ്, ഡോക്ടർ AR മേനോൻ പാർക്ക്, പാലക്കാട് നഗരസഭ നൈസ് ഫോർട്ട് എന്നും പറയും. അപ്പോൾ പുതിയതായിട്ട് പാലക്കാട് ആരംഭിച്ചിരിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഇത് പുതിയതല്ല, പഴയത് ഒന്ന് മോടി പിടിപ്പിച്ചെടുത്തു എന്ന് മാത്രം. അപ്പോൾ പഴയ ഒരു പാർക്കായിരുന്നു ഇത്. അത് ഈ ഒരു ഇലക്ഷൻ പ്രമാണിച്ചാണോ എന്തോ അറിയില്ല, എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് അവർ വൃത്തിയാക്കി പുതിയ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ നൈസ് ഫോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. രാത്രി സമയത്താണ് ഇത്. പകൽ സമയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും രാത്രി വരാനാണ് കുറച്ചുകൂടി ഭംഗി നമുക്ക് തോന്നുന്നത്. കാരണം ലൈറ്റിങ്ങും അതേപോലെ വാട്ടർ ഡാൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. രാത്രിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് ഒരാൾക്ക് ഫീസ് വരുന്നത്. വളരെ കുറവാണ് ബാക്കി എല്ലായിടത്തെയും വെച്ചിട്ട്. 10 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ്. നമുക്ക് എൻട്രി ചാർജ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ക്യാമറയ്ക്ക് 80, പിന്നെ വീഡിയോ ക്യാമറയ്ക്ക് 180 വരുന്നുണ്ട് ചാർജ്. ഉള്ളിലേക്ക് വന്നാൽ നേരെ കാണുന്നതായി വാട്ടർ ഡാൻസിങ് ഒക്കെയാണ്. പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഐ ലവ് പാലക്കാട് എന്ന് എഴുതിയൊരു സ്പോട്ട് വരുന്നുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ചെറിയൊരു കഫറ്റേരിയ വരുന്നുണ്ട്. അവിടെ ജ്യൂസ്, ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്നപ്പോഴും അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ട് അവിടുത്തെ ക്ലീനിങ്ങും അതേപോലെ തന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ആ സമയത്തേക്ക്. അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറേ ലൈറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ഗ്രീൻ ലൈറ്റ് ഇട്ടിട്ട് മൊത്തം ഇങ്ങനെ താഴെ ചെയറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നടക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. കണ്ട് ഇങ്ങനെ പോകാം. അവിടെ ഇവിടെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റൊക്കെ തെളിഞ്ഞപ്പോൾ തൊട്ട് ഈ വഴി പോയാൽ നീരു എപ്പോഴും പറയുന്നതാണ് ഇവിടെ പോയി പാർക്കിൽ പോയി. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഒരു ദിവസം കൊണ്ടുപോയി. പക്ഷേ അവൻ കൊണ്ടുപോയി ഉള്ളിൽ ചെന്ന ശേഷം എവിടെ ഇരുന്നിട്ടില്ല, ഈ ഓട്ടമായിരുന്നു. പിന്നെ നമ്മൾ കാടൊക്കെ എന്ന് വെച്ചാൽ പുല്ലൊക്കെ കിളുത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ അവനെ ഉള്ളിലോട്ടൊന്നും അങ്ങനെ വിട്ടിട്ടില്ല. കാരണം നൈറ്റാണ്. പിന്നെ ഒരുപാട് കുട്ടികളെയും കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ പ്ലാസ്റ്റിക് പൊതികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനെയൊന്നും കൊണ്ടുവരുന്ന എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളിൽ വേസ്റ്റ് ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വരുന്നവർ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ ഇനി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. കുറേ മുമ്പേ ഉള്ള പാർക്ക് തന്നെയാണിത്. ഇപ്പോൾ അവർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ആശയം തന്നെയാണ്. അങ്ങനെ വെറുതെ കിടക്കുന്നതിലും ഭേദം കുറേ ആൾക്കാർക്ക് ഇപ്പോൾ യൂസ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻട്രി ഫീസ് വളരെ കുറവാണ്. 10 രൂപയെന്ന് പറഞ്ഞാൽ വളരെ കുറവാണിപ്പോൾ. അപ്പോൾ ആ ഒരു ഫീസ് കൊടുത്തിട്ട് നമുക്ക് നൈറ്റൊക്കെ വന്ന് ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കാനും ഇനി അല്ലെങ്കിൽ ലവേഴ്സിന് ഇരിക്കാനും ഒക്കെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു അന്തരീക്ഷമുണ്ട്. പിന്നെ വണ്ടിയുടെ സൗണ്ട് അതൊക്കെയുണ്ട്. നമ്മൾ മെയിൻ സിറ്റിയിലായതുകൊണ്ട് അതൊക്കെയുണ്ട്. പക്ഷേ ഉള്ളിലുള്ള പാട്ടൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാ സൈഡിലും നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗ്രീൻ ലൈറ്റിന് താഴെയായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സ്പോട്ടുണ്ട്. പിന്നെ മുകളിലൊക്കെ നല്ല വള്ളിപ്പടർപ്പുകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ്. ഒരു കൂടാരം പോലെ ഇരിക്കും. അതിനകത്ത് പച്ച കളറിൽ വരുന്ന ഇലകൾക്കിടയിൽ ഇങ്ങനെ പച്ച ലൈറ്റും കൂടി ഇട്ടുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി അടുത്ത മെയിൻ സ്ഥലം എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ കമ്പിയിൽ വെച്ചിട്ട് അവിടെ വള്ളിപ്പടർപ്പുകൾ ഇങ്ങനെ കയറ്റിയിട്ടേക്കാണ്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്, അവിടെ ഇരിക്കാനായിട്ടൊക്കെ കേട്ടോ. അതിൻ്റെ കൂടെ ലൈറ്റും കൂടെ വരുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം ഒരുപാട് പേര് അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല എന്ന് തന്നെ പറയാമായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വെറുതെ അതിനകത്ത് നമുക്ക് റൈഡിങ് ചെറുതായിട്ടുണ്ട്. പിള്ളേർക്കൊക്കെയുള്ള റൈഡ്സൊക്കെ കുറച്ച് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പണികൾ നടക്കുന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ എല്ലാം പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്താണ്. ടിപ്പു സുൽത്താൻ കോട്ടയുടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ കോട്ടയോട് ചേർന്നുള്ള ഒരു കവാടത്തിന് തൊട്ടരികിലായിട്ട് വരുന്നതാണ്. റോഡ് സൈഡ് തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. പറഞ്ഞ പോലെ ഫീസും വളരെ കുറവാണ്. പിന്നെ നൈറ്റ് നമുക്ക് വന്നിരിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ്.
ഒരുപാട് നാളിതിങ്ങനെ പൂട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് തുറക്കുമായിരുന്നു നല്ലത്. എന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല, മെയിൻ്റെനൻസ് ഇല്ലാതെ കിടക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അതൊക്കെ അടിപൊളിയാക്കിയപ്പോൾ ലൈറ്റിങ്ങും ഒക്കെ റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ മാക്സിമം പോകാൻ പറ്റുന്നവരൊക്കെ പോവുക. കോട്ടയത്തോടെ ബസ് ഇറങ്ങുന്നവർക്കാണെങ്കിലും പിന്നെ അതേപോലെ പാർക്കിങ് പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് നമുക്ക് പാലക്കാടിന് കിട്ടിയ ഒരു അടിപൊളി ഐറ്റം എന്ന് തന്നെ പറയാം. ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയ, കാരണം നൈറ്റൊക്കെ നമുക്ക് എവിടെയും പോയിരിക്കാനുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.